എല്ലാ വിമർശകർക്കുമുള്ള ഒരു മാന്യമായ മറുപടി, അല്ലാതെ ചുമ്മാ ഒരു അല്ലേ കരണത്തടി എന്നൊന്നും നമ്മൾ പറയുന്നില്ല. വളരെ മാന്യമായ ഒരു മറുപടിയാണ് ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത്. വിമർശകരോടും സ്നേഹം എന്നുള്ള നിലയിലാണ് ലാലേട്ടൻ്റെ പെർഫോമൻസ്. എമ്പുരാനും തുടരും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ സാറ്റിസ്ഫൈഡ്? എമ്പുരാനും തുടരും എന്നുള്ള രണ്ട് സിനിമകളാണ്, രണ്ട് സ്കെയിലുള്ള സിനിമകളാണ്. ഒന്നൊരു പാൻ ഇന്ത്യൻ ലെവൽ ഭയങ്കര ബഡ്ജറ്റുള്ള ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തു വന്ന ഒരു സിനിമ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് വൈസ് ഒന്നും എമ്പുരാൻ്റെ കൂടെ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഭയങ്കരമായ ഹൈപ്പൊന്നും വേണ്ട, ഒരു മോഹൻലാൽ പടം കയറി കൊളുത്താന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായി മാറിയിരിക്കുകയാണത്. നമുക്ക് ഇതിന് വലിയ പ്രസ് മീറ്റോ ഭയങ്കരമായ പ്രൊമോഷനോ ഇനി ഇൻ്റർവ്യൂകൾ മോഹൻലാൽ ശോഭനയൊക്കെ വന്ന് ഭയങ്കരമായിട്ട് പ്രൊമോഷനൊക്കെ ഇവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ഒരു ഹൈപ്പില്ലാതെ വന്ന് പടം കയറി കൊളുത്തിയിട്ടുണ്ട്. അത് ദൃശ്യം പോലെ. അതെ, ദൃശ്യം പോലെ. ദൃശ്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഒരു 11 മണിക്ക് ഉള്ള ഷോന് അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു സിനിമയാണ്. കാരണം ബൈക്ക് സർവീസിന് കൊടുത്തു, വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ കയറി കണ്ടാണ്. കാരണം അത് തിരക്കില്ല. അതെ അതെ അതെ. പിന്നെ ആ സിനിമയുടെ ദൃശ്യത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് ഞാൻ ദൃശ്യം ഫസ്റ്റ് പാർട്ട് ആദ്യത്തെ ഷോ ശരിക്കും ഫാൻസ് പോലും കയറി കണ്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഫാൻസ് ഉണ്ട്. അവന്മാർ പോലും ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് ഷോ കയറി കണ്ടിട്ടില്ല. കാരണം അന്ന് ഒരുപാട് മോഹൻലാൽ സിനിമകൾ ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരും പറഞ്ഞത് വലിയ പ്രതീക്ഷ ഒന്നുമില്ല, ഒരു സാധാരണ അവിടെ ഉണ്ടെന്നൊക്കെ. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ കളി മാറി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 50ാമത്തെ ദിവസം പോലും റോഡ് ബ്ലോക്കായിരുന്നു.